വിഷ്ണുവേട്ടൻ പപ്പിയെ പകല അവിടെ കൊണ്ടാക്കിയത്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും എന്തിനാ അവിടെ കൊണ്ടുവന്നാക്കിയതെന്നാ ഞാൻ ചോദിച്ചത്. പറയടി, എന്തിനാ? അതെനിക്കറിയില്ല സത്യമ്മ. പിന്നെ നിനക്ക് എന്തറിയാം? സ്വന്തം മോളെ ഇത്ര നേരം കാണാതായിട്ടും നീ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചോ? എന്തിന്? നിന്റെ വീട്ടിലേക്ക് തന്നെ വിളിച്ചിരുന്നെങ്കിൽ മോൾ അവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയായിരുന്നല്ലോ. അതും ചെയ്തല്ലോ. പപ്പി പോയത് മറ്റാരുടെയും കൂടെ അല്ലല്ലോ സത്യമ്മേ, വിഷ്ണുവേട്ടന്റെ കൂടെ അല്ലേ. അതുകൊണ്ടാ ഞാൻ വിളിക്കാതിരുന്നേ. ഇനി നീയാണോ തീരുമാനിക്കുന്നത്? നീയാണോന്ന്? എടാ രോഹിത്തെ, ശാരദാമ്മയുടെ വീട്ടിൽ പപ്പിയെ കൊണ്ടാക്കിയിട്ട് വിഷ്ണു ഇവിടെ പോയിരിക്കുക. അവനാണെങ്കിൽ എങ്ങോട്ടാ പോയിരിക്കുന്നെന്ന് പറഞ്ഞിട്ടുമില്ല. എടാ, നീ ഒന്ന് പോയി പപ്പിയെ വിളിച്ചോണ്ട് വാ. പപ്പി അവിടെ നിൽക്കട്ടെ സത്യമ്മേ, അത് അന്യ വീടൊന്നും അല്ലല്ലോ. ഡാ നിക്ക്. അത് അന്യ വീടാണോ അല്ലയോ എന്നൊക്കെ നീ എനിക്ക് പറഞ്ഞു തരണ്ട. നിന്റെ കൊച്ച് അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ എന്ന് നീ തീരുമാനിക്കേണ്ടത്. എന്റെ കൊച്ച്, ആ ഒരു വാക്കിനെ ഭ്രാന്ത് പിടിപ്പിക്കുക. എന്റെ 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 എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇനി എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. ഞാനിനി വിഡ്ഢിയാകാനില്ല. എടാ, ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല. നിന്റെ കൊച്ച് എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന്. ദേ നിൽക്കുന്നു, ചോദിക്കേ എന്റെ കുട്ടി തന്നെയാണോന്ന്, എന്നിട്ട് ഞാൻ മറുപടി തരാം. രോഹിത്തെ, നീ ഇനി വിഷ്ണുവിനെ നോക്കണ്ട. പോയി പാപ്പിയെ വിളിച്ചോണ്ട് വാ. അല്ല സത്യമേ. എടാ, പോയി വിളിച്ചോണ്ട് വാടാ. എടാ ചെല്ലാൻ. ഇനി മേലാൽ പപ്പി അങ്ങോട്ട് വിട്ടേക്കരുത്. പതിവില്ലാത്ത ശീലങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കരുതേ. ഇനി വിഷ്ണു എവിടെ പോയി കിടക്കുക? ഇവനൊന്നും രാത്രി വീട്ടിൽ വരണമെന്നില്ലേ? എല്ലാ സത്യങ്ങളും വിഷ്ണുവേട്ടൻ അറിഞ്ഞതാണ്. വിഷ്ണുവേട്ടനെയും കുഞ്ഞച്ചയും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. രണ്ടുപേരും വീട്ടിലാണെങ്കിൽ എത്തിയിട്ടുമില്ല. ഈശ്വര, രണ്ടുപേർക്കും ഒരാപത്തും വരുത്തരുതേ. ഒരു ബുദ്ധിമോശവും കാണിക്കാൻ അവരെ തോന്നിപ്പിക്കല്ലേ. കിട്ടുന്നില്ലല്ലോ. കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കിയിട്ട് ഇവൻ എവിടെ പോയി കിടക്കുക?